പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സമൂഹത്തില് ചില കാര്യങ്ങൾ എൻ്റെ ജോലിയോടനുബന്ധിച്ച് എന്നുവെച്ചാൽ ഞാൻ കെയർ ആൻഡ് സേഫുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളെയും അവരുടെ മക്കളെയും നമ്മുടെ പെൺമക്കൾ അവരെയും കുറിച്ചുള്ള അവർ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ ആ വിഷയങ്ങളെ കുറിച്ചുള്ള കുറച്ച് പഠനങ്ങൾ എനിക്ക് വ്യക്തമായ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവർ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അവരുടെ മെൻഷർ ടൈമിൽ ഉണ്ടാകുന്ന കുറേ പ്രതിസന്ധികൾ. ആ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വ്യാപിക്കുന്ന ഒരു പ്രശ്നമാണ് ക്യാൻസർ. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ട് ആ രീതിയിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട് പലരുടെയും വിഷയങ്ങളിൽ. നോക്കൂ, ഇപ്പോൾ ഈ ഗർഭാശയ ക്യാൻസർ കൂടിക്കൂടി വരികയാണ്. ഈ ഗർഭാശയ ക്യാൻസറിനെ പോലെ മറ്റു വലിയ പ്രതിസന്ധിയാണ് ഗർഭാശയ മുഴകൾ. ഇതുപോലെ മറ്റു വലിയ പ്രതിസന്ധിയാണ് നമ്മുടെ പെൺകുട്ടികളിലേക്ക് യൗവനക്കാരികളിലേക്ക് പടർന്ന് പന്തലിക്കുന്ന PCOD. ഇതൊക്കെ ഒരു 10-35 വർഷമായിട്ടാണ് ഇതുപോലെ ഇങ്ങോട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. അത് ഗവൺമെന്റിന്റെ ചില അതോറിറ്റികൾ നടത്തിയ പഠനങ്ങൾ. ആ പഠനങ്ങളിൽ വ്യക്തമാകുന്നത് ഈ കാര്യങ്ങൾക്ക് കാരണമാകുന്ന കാരണക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് എന്ന് മുതൽ സാനിറ്ററി നാപ്കിൻ പാടുകൾ വന്നോ അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങൾക്ക് ആരംഭം. അപ്പോൾ ഇതിന് കൃത്യമായ പോംവഴി എന്താണെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യം, ഇപ്പോൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ് എന്ന് അടിച്ചാൽ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തെളിഞ്ഞു വരുന്ന ഒരു പേരുണ്ട്. അത് കെയർ ആൻഡ് സേഫ് ആണ്. ആ പാഡിനെ കുറിച്ചാണ് എനിക്ക് ഇന്ന് ഇവിടെ പറയാനുള്ളത്. നോക്കൂ, ആ പാഡിന്റെ ഒരു ഡിസ്പ്ലേ ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അത് ഇതാണ്. ഇതില് 10ഓളം ഗുണങ്ങൾ ഉണ്ട്. ഇത് 9 ലെയർ പ്രൊട്ടക്ഷൻ ആണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ ഒരു നാപ്കിൻ ആണിത്. ഈ നാപ്കിൻ നമുക്ക് എല്ലാ സ്ത്രീകളിലേക്കും എത്തുന്നൊരു കാര്യമാണ്. ഇതിനകത്തുണ്ടാവുന്ന ചില വിഷയങ്ങൾ ഞാൻ അവതരിപ്പിക്കുകയാണ്. നോക്കൂ, ഇവിടെ നമുക്കറിയാൻ പറ്റുന്നൊരു വിഷയം, ഇതിൽ പ്ലാസ്റ്റിക് ഉണ്ട്. ഈ പ്ലാസ്റ്റിക് വലിയ പ്രശ്നക്കാരനായി മാറുന്നു. ഇവിടേക്ക് മെൻസ്ട്രൽ ബ്ലഡ്, ചൂട് രക്തം വീഴുമ്പോൾ ഈ പ്ലാസ്റ്റിക് ചെറുതായി ചൂടാകുകയും രാസമാറ്റം സംഭവിക്കുകയും ഇവിടെ ഡയോക്സിനും കാർബൺ മോണോക്സൈഡും ഫോം ചെയ്യുകയും ഇത് സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്ക് കടന്നു പോകുന്നു. അത് ക്യാൻസറിന് കാരണമാകുന്നതാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ മറ്റൊരു വിഷയം, ഇവിടെ നനവുണ്ടാകുന്നു. ഈ നനവിലുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി, അവിടെ ഫംഗസ് ഫോം ചെയ്യും. ഈ ഫംഗസ് യൂട്രസിലേക്ക് കടന്നു പോകുമ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ്, മറ്റ് പ്രശ്നങ്ങൾ ഒക്കെ ആവിർഭവിക്കുന്നതോടൊപ്പം തന്നെ ഈ ഫംഗസ് മുഖാന്തരമാണ് സ്ത്രീകളുടെ ഗർഭാശയത്തിൽ ചെറിയ കുരുക്കളെ വലിയ മുഴകളാക്കി മാറ്റുന്നത്. അവിടെ ആ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എന്നത് നനവില്ലാത്ത നാപ്കിൻ ഉപയോഗിക്കുന്നത് മാത്രമാണ്. അടുത്തൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൽ ഉണ്ടാവുന്ന റാഷസ്, അതുപോലെ തന്നെ ചൊറിച്ചില്, അലർജി, സ്മെല്ല്, ഇറിറ്റേഷൻ, ബാക്കി ഒത്തിരി പ്രതിസന്ധികൾ പെൺകുട്ടികൾ സ്കൂളിലും കോളേജിലും പോകുമ്പോൾ അനുഭവിക്കുകയാണ്. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് കെയർ ആൻഡ് സേഫ് ഇവിടെ നമ്മുടെ മുമ്പിലേക്ക് അവതരിക്കുന്നത്. നോക്കൂ, ഇവിടെ 9 ലെയർ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഇവിടെ 10ഓളം ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ടീപോളിഫിനോൾ എന്നൊരു ഘടകം, ആ ഘടകത്തെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ടീപോളിഫിനോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ധാരാളം ആന്റി ഓക്സിഡന്റ് സ്ത്രീകൾക്ക് കിട്ടുന്നു. ഈ ആന്റി ഓക്സിഡന്റ് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ക്യാൻസർ കോശങ്ങളെ മാറ്റുകയും പകരം പുതിയ കോശങ്ങളെ റിച്വൽ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ ധാരാളം വൈറ്റമിൻസ് കിട്ടുന്നു. ഇത് മുഖാന്തരം നല്ല ഹെവിയായ അല്ലെങ്കിൽ ഹെൽത്തിയായ യൂട്രസ് ഉണ്ടാവുന്നു. അത് ഹെൽത്തിയായ യൂട്രസ്, ഹെൽത്തിയായ കുഞ്ഞുങ്ങളെ, മക്കളെ നമുക്ക് പ്രദാനം ചെയ്യുന്നു. നോക്കൂ, അടുത്ത ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രാഫീൻ ആണ്. ഈ 2010 ഫിസിക്സിൽ നൊബേൽ സമ്മാനം കിട്ടിയത് ഗ്രാഫീൻ ആണ്. അതുപോലെ മറ്റൊരു ഗുണം ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകമായിട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ മക്കൾ, പെൺകുട്ടികൾ ഒക്കെ പീരീഡ് സമയത്ത് വയറുവേദന, കാല് വേദന, ബാക്ക് പെയിൻ, മറ്റ് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് വേദന സംഹാരി ഹോർമോൺസിന്റെ പ്രവർത്തനം മൂലം അല്ലെങ്കിൽ അതിന്റെ വളർച്ച മൂലം, അതിന്റെ എണ്ണക്കൂടൽ മുഖാന്തരം ഈ വേദനകളെ ക്രമമായി ഇല്ലാണ്ടാക്കി കളയുന്നു. അടുത്ത ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആനിയോണാണ്, പ്രകൃതിയുടെ വരദാനമാണ്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ സ്ത്രീകളിലേക്ക് കിട്ടുന്നില്ല. കാരണം പഴയ കാലത്തെ അമ്മമാർക്കും പെൺകുട്ടികൾക്കൊക്കെ അവര് ഇഷ്ടം പോലെ പറമ്പുകളിലേക്കും പ്രകൃതിയിലേക്കും വയലുകളിലേക്കും പോകുമ്പോൾ അവിടുന്ന് പ്രകൃതി ധാരാളമായി കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നൊക്കെ അവർക്ക് ഹെൽത്തി ആയ ഒരു ജീവിതം നയിക്കാനും ഹെൽത്തി ആയ ഒരു പ്രസവങ്ങളും കാര്യങ്ങളും ഒക്കെ അവർക്ക് നടന്നിരുന്നെങ്കിൽ ഇന്ന് സ്ത്രീകൾക്ക് ഇതൊന്നും കിട്ടാതാവുന്നു. ഈ കിട്ടാതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നു ചേരുകയാണ്. ഇവിടെ ഈ ആനിയോണിന്റെ നമുക്കുണ്ടാവുന്ന സാമീപ്യം മൂലം ഉണ്ടാവുന്ന ഗുണം, അവർക്ക് 20ൽ പരം രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹോർമോൺ വ്യതിയാനത്തിൽ സംഭവിക്കുന്ന PCOD, ഈ PCOD കൃത്യമായി പരിഹരിച്ചുകൊണ്ട് പോകാൻ അത്
അത് റെഡിയാവുന്നു. അടുത്തായിട്ടുള്ള ഗുണം അത് മാഗ്നറ്റിക്കിന്റെ ഒരു ചിപ്പാണ്. ഈ മാഗ്നറ്റിക് നമ്മുടെ ശരീരത്തെ വിഷാംശങ്ങളെ പുറന്തള്ളുകയും കോശങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഗുണം തരുന്നത് ഈ പറയുന്ന ഫംഗസ്, ഈ ഫംഗസിനെ കൃത്യമായി തടയുകയും അത് ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന ചെറിയ കുരുക്കളെ വലിയ മുഴകളാക്കി മാറ്റുന്ന പ്രതിഭാസത്തെ ഇല്ലാണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ ഗർഭാശയത്തിൽ നിന്നും വലിയ മുഴകൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ ഇല്ലാണ്ടാക്കി അത് സുരക്ഷിതമായിട്ട് വെക്കാൻ ഈ മാഗ്നറ്റിക് ചിപ്പ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ അടുത്തായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് അത് നാനോ സിൽവർ ആന്റിബാക്ടീരിയൽ ടെക്നോളജിയാണ്. ഈ ടെക്നോളജി മുഖാന്തരം ഇതിലേക്ക് കടന്നു വരുന്ന ബാക്ടീരിയകളെ, ആ ബാക്ടീരിയയെ 10 സെക്കൻഡിൽ നശിപ്പിച്ചു കളയുകയും ബാക്ടീരിയ രഹിതമാക്കി നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ ബാക്ടീരിയകൾ കൂടുതലായി കൾച്ചർ ആവാതെ കാത്തു സൂക്ഷിക്കുമ്പോൾ ബാഡ് സ്മെൽ ഉണ്ടാകുന്നതിനെ പ്രിവെന്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ പെർഫ്യൂം നമുക്ക് വേണ്ടാതെ വരുന്നു. ഈ ആർട്ടിഫിഷ്യൽ പെർഫ്യൂം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടകാരിയായി നമ്മുടെ സ്ത്രീകളെയും കുട്ടികളെയും ഇതിലേക്ക് കൊണ്ടുപോകുന്നത്. നോക്കൂ, അടുത്ത ഗുണം എന്ന് പറയുന്നത് അത് ഇതിൽ പ്ലാസ്റ്റിക് ഇല്ല എന്ന തരത്തിലേക്ക് എത്തിക്കുന്നു. ആ പ്ലാസ്റ്റിക് ഇല്ലാതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കൂടുതലായിട്ട് അരുത് കോട്ടൺ ആവുന്നു. ഈ കോട്ടൺ കൃത്യമായി സ്റ്റെയിൻലെസ് കോട്ടൺ ആണ്, സോഫ്റ്റ് ആണ്, ബ്രീത്തബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകൾക്ക് വളരെ സുരക്ഷിതമായിട്ടിരിക്കാൻ അത് സഹായിക്കുന്നു. ഇവിടെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ കുട്ടികൾക്ക് സ്ത്രീകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാഷസ് ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കുന്നു. അടുത്തത് അത് ബ്രീത്തബിൾ ആണ്, കാരണം സ്ത്രീകളുടെ യൂട്രസ് അത് ബ്രീത്തബിൾ ആണ്, അത് തന്നെ ഇവിടെ സഹായിക്കുന്നു. അടുത്ത ഹോട്ട് എയർ കോട്ടൺ ആണ്, അത് അണുബാധ ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കുന്നു. നോക്കൂ, അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കുട്ടികൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം സാധാരണ നാപ്കിൻ അതില് വെറ്റാകുന്നുള്ളതാണ്. ഈ വെറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറിറ്റേഷനും ചൊറിച്ചിലും അലർജിയും സ്മെല്ലും ബാക്കി എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഇവിടെ 20 ml അബ്സോർഷൻ കപ്പാസിറ്റി മാത്രമുള്ളപ്പോൾ അത് നമുക്ക് ഇവിടെ 250 ml അബ്സോർഷൻ കപ്പാസിറ്റിയാണ് ഉള്ളത്. അപ്പോൾ വെറ്റാവാതെ കാത്തു സൂക്ഷിക്കുകയും സ്മെല്ലും ഇറിറ്റേഷനും അലർജിയും ചൊറിച്ചിലും ബാക്കി മറ്റൊരു പ്രതിസന്ധി ഇല്ലാതെ ഇതിനെ കൊണ്ടുകയും ചെയ്യുമ്പോൾ വളരെ മനോഹരമായൊരു മെൻഷർ ടൈം അവർക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതാണ് കെയർ ആൻഡ് സേഫിന്റെ ഏറ്റവും വലിയ ഗുണം. അടുത്ത ഗുണം എന്ന് പറയുന്നത് അലോവേരയുടെ ഹെർബൽ കൂളിംഗ് എഫക്റ്റ് ആണ്. സാധാരണ നാപ്കിൻ അതുകൊണ്ട് നടക്കുമ്പോൾ കൃത്യതയോടെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് അനുഭവിക്കുന്ന ഒരു അവസ്ഥ, അല്ലെ ഹീറ്റ് ആയിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു കൂളായിരിക്കുന്ന അവസ്ഥ, നമുക്ക് ഏറ്റവും സമാധാനം നമ്മൾ കൂൾ മൈൻഡിലായിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ അലോവേരയുടെ ഹെർബൽ കൂളിംഗ് എഫക്റ്റ് കൃത്യതയോടെ കിട്ടുന്നു. അത് വളരെ കൂളായിരിക്കുന്ന അല്ലെ സമാധാനത്തോടെ ഒരു പെൺകുട്ടിക്ക് മെൻഷർ ടൈം കടന്നു പോകാൻ സാധിക്കുന്നുള്ളതാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ഗുണം എന്ന് പറയുന്നത് ഇതിൽ 3 ലെയർ ആണുള്ളത്. നമുക്ക് സാധാരണ ട്രഡീഷണൽ പാഡിൽ ആ പാഡിലുള്ള ആ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് താഴെ ഒരു പ്ലാസ്റ്റിക് ആണ്, മേലൊരു പ്ലാസ്റ്റിക് ആണ്, നടുക്ക് മറ്റൊരു വസ്തു വെച്ചിട്ടാണ് അവർ അബ്സർഷൻ ചെയ്യുന്നതെങ്കിൽ ഇവിടെ 9 ലെയർ പ്രൊട്ടക്ഷൻ ആണ്. ഈ 9 ലെയർ ഉണ്ടെങ്കിൽ പോലും ഇത് തിന്നായിരിക്കുകയും ഈ 3 ലെയർ ഉള്ളത് തിക്കായിരിക്കുകയും ചെയ്യുന്നു. ഈ കെയർ ആൻഡ് സേഫ് വെക്കുമ്പോൾ കൃത്യതയോടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സമാധാനത്തോടെ ഇരിക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ ഒരു നാപ്കിനോടെ ഒട്ടിച്ചിട്ടുണ്ടെന്ന് പോലും ഫീൽ ചെയ്യാത്ത അത്ര തിന്നായിരിക്കുന്ന അവസ്ഥയാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇവിടെ ഒത്തിരി പ്രയാസങ്ങൾ സ്ത്രീകൾ ഇവിടുന്ന് അനുഭവിക്കുമ്പോൾ ഇവിടെ കിട്ടുന്ന റിലാക്സേഷൻ എത്ര വലുതാണെന്ന് ഞാൻ ചെറിയൊരു ഡെമോയിലൂടെ കാണിച്ചു തരാം. ഇവിടെ സ്ത്രീകളുടെ ഐഡിയൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് 50 ml മുതൽ 80 ml വരെയാണ്. 50 ml കുറഞ്ഞു പോകുന്ന ബ്ലീഡിങ്ങും 80 ml കൂടിപ്പോകുന്ന ബ്ലീഡിങ്ങും അത് ആരോഗ്യകരമായ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് കാണിച്ചു തരാനുള്ള കാര്യം 50ന്റെയും 80ന്റെയും ഇടയിലുള്ള ഒരു അളവ് 60 ml ഒരു സിറിഞ്ചാണ്. ഈ സിറിഞ്ചിൽ ഞാൻ നിറയെ വെള്ളം എടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതില് കാണുന്നത് ഞാൻ ഇതിലേക്ക് മുഴുവൻ ഒഴിക്കുകയാണ്. ഈ ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും ഇവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ അതുപോലെ തന്നെ അടുത്തൊരു 60 ml എടുക്കുകയാണ്. ഈ 60 ml എടുത്തിട്ട് ഞാൻ നമ്മുടെ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള ഉപയോഗിക്കുന്ന പാഡിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഞാൻ ഈ 60 ml ഞാൻ ഒഴിക്കുന്നില്ല, കാരണം അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു 40 ml ഞാൻ ഒഴിച്ചുള്ളൂ. ബാക്കി 20 ml ഞാൻ ഇതിലേക്ക് തന്നെ തിരിച്ചൊഴിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് അറിയാനുള്ള കാര്യം, ഒരു 20 സെക്കൻഡ് കൊണ്ട് ഈ വെള്ളത്തിനെ എങ്ങനെ അബ്സോർഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ എങ്ങനെ കൃത്യമായിട്ട് അതിനെ ആ നാപ്കിൻ ഒരു പ്രയാസമില്ല അത് വെറ്റാവാതെ കാത്തു സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് കാണാനുള്ള കാര്യം, ഇതിലേക്ക് രണ്ടും കൈ വെച്ചിട്ട് ഒന്ന് ഉരച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ 60 ml ഒഴിച്ചത്
എത്ര പ്രസ് ചെയ്താലും ശരി അതിൽ ഒരു നനവിന്റെ അംശമില്ല. പക്ഷെ നോക്കൂ, ഈ വെള്ളം തന്നെ പുറത്തു വന്ന് എന്റെ കൈ നനഞ്ഞിരിക്കുന്നു. ഇവിടെ ഈ കൈ വളരെ ഉണങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ കെയർ ആൻഡ് സേഫ് ഒഴിച്ചിരിക്കുന്നത് വെറും 60 ml ആണെങ്കിൽ ഇതിൽ വെറും 40 ml ആണ് ഒഴിച്ചത്. എന്നിട്ട് പോലും ഈ വെള്ളം പുറത്തേക്ക് വരുന്നു. അപ്പൊ അത്ര പോലും ഈ ബ്ലഡിനെ കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത ഈ പ്രൊഡക്റ്റ് വളരെ അപകടം നമുക്ക് നൽകുമ്പോൾ നമ്മുടെ കെയർ ആൻഡ് സേഫ് നമുക്ക് വളരെ സേഫ് സോണിൽ ഇരിക്കുന്നു. ഇനി ഞാൻ ഇതിനകത്ത് പ്ലാസ്റ്റിക് കൊണ്ടും തെളിയിക്കുകയാണ്. നോക്കൂ, ഇതില് വളരെ ഈസി ആയിട്ട് ഞാൻ ഇതിനെ കീറിയെടുക്കുന്നു. ഇനി നമുക്ക് കാണാനുള്ളത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സ്ത്രീകളുടെ, കുട്ടികളുടെ ശരീരത്തിൽ ചേർന്നിരിക്കുന്ന ഈ പ്രധാനപ്പെട്ട അതിന്റെ ഫ്രണ്ട് ഷീറ്റ്, അത് വളരെ നല്ലതായിട്ടുള്ള ഒരു കോട്ടൺ ആണ്. നമുക്ക് അത് കാണാൻ പറ്റും, വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു പ്ലാസ്റ്റിക്കിന്റെ ലെവലേശം അതിലേക്കില്ല. ഇത് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാവും. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഇത് വളരെ സോഫ്റ്റ് ആണെന്നുള്ളതാണ്. ഈ സോഫ്റ്റ് റാഷസ് ഉണ്ടാവാതെ കാത്തു സൂക്ഷിക്കുന്നു. ഇതിൽ നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെയും പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്കുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്ന ആ കാര്യങ്ങൾ, അതായത് 4 ചിപ്പുകളും ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇത് നാനോസ് ടെക്നോളജിയാണ്. വളരെ നമുക്ക് വളരെ റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇത് വളരെ സോഫ്റ്റ് ആണ്. ഈ സോഫ്റ്റ് ആയിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് റാഷസ് ഉണ്ടാവുന്നതാണ് പെൺകുട്ടികൾക്കും നമ്മുടെ സ്ത്രീകൾക്കും കിട്ടുന്ന ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്. ഇനി ഞാൻ അതിന്റെ അടുത്ത ലെയറിലേക്ക് പോവുകയാണ്. ഈ ലെയറിൽ ഒന്നാമത്തെ ലെയർ എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്ന രണ്ടാമത്തെ ലെയറാണിത്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളത്തെ ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്നതായിട്ടുള്ള അടുത്ത ലെയറാണിത്. ഇതിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ ഒരംശം പോലും ഇല്ല. അടുത്ത ലെയർ എന്ന് പറയുന്നത് അത് കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ ലോകത്തിലെ ഏറ്റവും നല്ല ജെല്ല്, ആ ജെല്ലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജപ്പാൻ സുമിട്ടോമോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ആ കമ്പനിയുടെ ജെല്ലാണ് ഇവിടെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ളതാണ്. നോക്കൂ, ഇതാണ് ഇതിന്റെ മൂന്നാമത്തെ ലെയർ. ഈ ലെയറിലും അല്പം പോലും പ്ലാസ്റ്റിക്കിന്റെ അംശമില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യം. ഇനി അടുത്തതായിട്ടുള്ള ഒരു ലെയറാണ് 2 ലെയർ. ഈ 2 ലെയർ ഇത് പരുത്തി അരച്ചിട്ടുള്ള പ്യൂർ കോട്ടൺ തന്നെയാണ്. നമുക്കിത് കാണാൻ പറ്റും. 5ഉം 6ഉം ലെയർ എന്ന് പറയുന്നത് അത്രയും ഗുണമുള്ള ഒരു കാര്യമായിട്ട് നമുക്കിത് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഇത് വളരെ സ്ത്രീകൾക്ക് ഉപകാരപ്പെട്ടതാണ്. 7ാമത്തെ ലെയറാണ് ഇത്. ലാമിനേഷൻ പേപ്പറാണ്, ബ്രീത്തബിൾ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നശിപ്പിച്ച് കളയാൻ പറ്റും. ഒരു പ്രയാസവുമില്ലാതെ, പ്രകൃതിക്ക് ഒരു കുഴപ്പമില്ലാത്ത ഒരു അതായിട്ട് മാറുന്നു. ഇതിലാണ് ഗമ്മുള്ളത്. ഇനി 7ഉം 8ഉം 9ഉം ഇതാണ് സുമിട്ടോമോ. സോഡിയം ക്ലോറൈഡ് ആണ് ഇതിന്റെ ബേസ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഉപ്പാണ്. ഇത് ലോകത്തിലെ ഏറ്റവും നല്ല ജെല്ലാണ്. ഇതിലാണ് അലോവേരയുടെ ഹെർബൽ കൂളിംഗ് എഫക്റ്റ്, ആന്റി ബാക്ടീരിയൽ ടെക്നോളജി, ഫാർ ഇൻഫ്രാറെഡ് റേസ്, ഇവിടെ വന്ന് ചേരുന്ന രക്തം, അതിൽ ഒരല്പം പോലും ബാക്ടീരിയ കൾച്ചർ ആവുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. ഇത് നമുക്ക് ഇതിന്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി പറഞ്ഞത് 250 ml ആണ്. 250 ml 60 ml നമ്മൾ ഇതിൻ്റെ ഒഴിച്ചു. 60 ബാക്കി ഒരു 190ലേക്ക്, ഇതാണ് 190. ഈ 190ലേക്ക് ഈ 60നോട് ഞാൻ ഇത് ഇട്ട് വെക്കുകയാണ്. അതെന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് എത്രത്തോളം കുട്ടികളെ, സ്ത്രീകളെയും വളരെ നല്ലതായ രീതിയിലേക്ക് അവർക്ക് സുഖപ്രദമായൊരു പീരീഡ്സ് കാലം സമ്മാനിക്കാൻ ഇത് എത്രത്തോളം അവരെ സഹായിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഇനി നമ്മുടെ സ്ത്രീകളും കുട്ടികളും ഉപയോഗിക്കുന്ന സാധാരണ നാപ്കിൻ അതെന്താണെന്ന് നോക്കിയാൽ വെറും ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണിത്. ഈ പ്ലാസ്റ്റിക്കിന് പുറത്തിരിക്കുമ്പോൾ അത് ക്യാൻസറിന് സമമുള്ള, അല്ലെങ്കിൽ ക്യാൻസറിന് കാരണക്കാരനായി തീരുന്ന വെറും ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെന്ന് നമുക്കിത് മനസ്സിലാവും. ഇനി ഇതിന്റെ മുകളിലുള്ള ഷീറ്റ് എന്ന് പറയുന്നത് അത് ഒരു വളരെ മോശം ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് നെറ്റാണ്. ഈ നെറ്റില് വളരെ റഫാണ് ഈ നെറ്റ് എന്നുള്ളതാണ് നെറ്റിന്റെ പ്രശ്നം. അതും വളരെ വെള്ളം തന്നെ ഇതിനകത്ത് നെറ്റിലുണ്ട്. ഇനി ഈ നെറ്റ് നമുക്ക് കാണാം, ഇത് നമ്മുടെ ശരീരത്ത്, അതായത് സ്ത്രീകളുടെ ശരീരത്ത് തുടയിൽ ഉരഞ്ഞു നടക്കുമ്പോൾ റാഷസ് ഉണ്ടാകാൻ ഇത് വളരെ റഫായിരിക്കുന്ന അവസ്ഥയിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിങ്ങനെ ഉരയ്ക്കുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുന്നുണ്ട് ഇത് ഭയങ്കര റഫാണെന്ന്. ഇതുകൊണ്ട് തന്നെയാണ് റാഷസ് ഉണ്ടാവുന്നത്. അടുത്തായിട്ട് പറയാനുള്ളത് ഇതിന്റെ 2ാമത്തെ ലെയറാണ്. ഈ 2ാമത്തെ ലെയറും വളരെ ചീപ്പായിട്ടുള്ള ഇതിന്റെ അവസാനത്തെ ലെയറാണിത്.
ഈ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് ഇത് വളരെ ചീപ്പായിട്ടുള്ള ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്. ഇതിലേക്കാണ് ഈ ബ്ലഡ് വന്ന് നിൽക്കുന്നത്. ഈ ബ്ലഡും ഈ പ്ലാസ്റ്റിക്കും കൂടെ കൂടുമ്പോഴേക്കും അത് രാസപ്രവർത്തനം നടക്കുകയും മോശമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാണുന്നതാണ്. അതിലിങ്ങനെ അമർത്തുമ്പോൾ തന്നെ വെറും 40 ml വെള്ളം ഒഴിച്ചിട്ട് പോലും അതിലേക്ക് എത്ര വെള്ളമാണ് വീഴുന്നത്. ഈ വെള്ളം ഇങ്ങനെ തന്നെ രക്തമായിട്ട് അവിടെ നിൽക്കുമ്പോൾ വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ഫംഗസ് ഫോം ചെയ്യുന്നു, ഒപ്പം ബാക്ടീരിയ ആവുന്നു. ഇനി ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ മെറ്റീരിയലാണ് നമുക്ക് രക്തത്തെ അബ്സോർഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത് സാധാരണ നാപ്കിനില്. ഇത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് വെറും വില കുറഞ്ഞ ഒരു ടിഷ്യൂ പേപ്പറാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഗുജരികൾ എടുത്തുകൊണ്ട് പോകുന്ന ന്യൂസ് പേപ്പറും മറ്റു നോട്ട്ബുക്കുകളും തമിഴ്നാട്ടിൽ കൊണ്ടിട്ട് അരച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ. ഇതിൽ ഇത്രയും വെള്ളം നമുക്ക് അതിലേക്ക് വന്ന് വെള്ളം മുഴുവൻ തിരിച്ചു വന്നു. നോക്കൂ, നമ്മുടെ പെൺകുട്ടികൾ ഈ നനവില്, ഈ അലർജിയിൽ, ഈ സ്മെല്ലില്, ഈ ദുരിതത്തിലൊക്കെ നിൽക്കുമ്പോൾ അതിന് പരിഹാരമായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ 250 ml വെള്ളം മുഴുവൻ അത് ജെല്ലായി മാറി. ഒരു തരി അതിൽ നിന്നും ഉറ്റുന്നില്ല, അതിൽ നിന്ന് തെറിച്ച് വീഴുന്നില്ല. നമുക്ക് ഇനി ഇതിനകത്ത് കാണാൻ പറ്റുന്ന കാര്യം, ഇതിലേക്ക് വിരൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിരൽ ഒരു തരി നനവ് ഇല്ല എന്നുള്ളതാണ്. അത് ഡ്രൈ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ഇത് കൈയിടുമ്പോൾ നല്ലൊരു തണുപ്പ് കൂളിംഗ് അവസ്ഥ കിട്ടുന്നത് അലോവേരയുടെ ഹെർബൽ കൂളിംഗ് എഫക്റ്റ് ആണ്. ഇത് സോഡിയം ക്ലോറൈഡ് ആണെന്ന് പറഞ്ഞു. സോഡിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെ രാസനാമമാണ്. നമുക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് എങ്ങനെ നശിപ്പിച്ച് കളയാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അത് വളരെ ഈസിയാണ്. ഒരു സ്പൂൺ ഉപ്പിട്ട് ഒന്ന് ഇളക്കിയാൽ അത് ഏകദേശം ഒരു 2 മിനിറ്റും കൊണ്ട് തന്നെ അത് പച്ചവെള്ളമായി മാറിപ്പോകും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കെയർ ആൻഡ് സേഫ് എന്ന് പറഞ്ഞ നാപ്കിൻ. ഈ നാപ്കിൻ 5 മാസത്തേക്കുള്ള കോഴ്സാണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻട്രൊഡ്യൂസിങ് ഫസ്റ്റ് ഇൻ ദി ടൈം വേൾഡ്. അതുപോലെ തന്നെ 100% പ്രീമിയം ക്വാളിറ്റി, 100% യൂട്രസ് പ്രൊട്ടക്ഷൻ പാഡ്, 10-in-1 ടെക്നോളജി, 9 ലെയർ പ്രൊട്ടക്ഷൻ, അലോവേരയുടെ ഹെർബൽ കൂളിംഗ് എഫക്റ്റ്. അത്രയും ഗുണമുള്ള ഒരു നാപ്കിനാണ് നമുക്ക് കെയർ ആൻഡ് സേഫ് സമ്മാനിച്ചിരിക്കുന്നത്. ഇത് ഒരിക്കലും ഉപയോഗിച്ചാൽ ആ സ്ത്രീകളും കുട്ടികളും പിന്നെ ഇത് മാറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്രയ്ക്കും സമാധാനവും അത്ര കൂൾ മൈൻഡും അത്രത്തോളം അവർക്ക് കിട്ടുന്ന മറ്റ് ഗുണങ്ങളും വലുതായിരിക്കുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞ് എടുത്തിരിക്കുന്ന സ്ത്രീകൾ, ഉപയോഗിച്ച സ്ത്രീകൾ, കുട്ടികൾ പറയുന്നു ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത് മാറ്റാൻ പറ്റില്ല. അത്രയ്ക്കും ബെനിഫിറ്റ് ആണ്. വയറുവേദന, കാലുവേദന, ബാക്കി വേദനകൾ, ഈ പീരീഡ് സമയം സംബന്ധമുണ്ടാകുന്ന വേദനകൾ പരിഹരിക്കപ്പെട്ടു പോകുന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ പഴുപ്പ്, മറ്റ് പ്രയാസങ്ങൾ അതിനെ കണ്ടുപിടിക്കാനും അതിനെ അറിയിച്ചു കൊടുക്കാനും പറ്റുന്നു. അവിടെ വെള്ളം കുടിച്ചാൽ ഇല്ലാണ്ടാക്കാൻ സാധിക്കുന്നു. മറ്റ് ക്യാൻസർ, ഇനി അങ്ങോട്ട് ഗർഭാശയ ക്യാൻസറും മുഴകളും വരില്ലാന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റുന്നു. PCOD ക്രമമായി അത് ഇല്ലാണ്ടാക്കുന്നു. അങ്ങനെ ഒത്തിരി ഈ ബെനിഫിറ്റ്സ് ഉള്ള ഈ നാപ്കിന്റെ കവർ പോലും പ്ലാസ്റ്റിക് അല്ല, അത് അലുമിനിയം ഫോയിലാണ്. ഇതിനകത്ത് 40 പീസാണുള്ളത്. ഈ പീസിലും പ്രധാനപ്പെട്ടായിട്ട് പറയാനുള്ളത്, ഇതില് ഈ പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ ഹെവി ബ്ലീഡിങ്ങിന്റെ പകല് വെക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ബ്ലൂ കളർ ഉണ്ട്. ഈ ബ്ലൂ കളറില് ഇത് ഹെവി ബ്ലീഡിങ്ങിന്റെ നൈറ്റിൽ വെക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ നോർമൽ ബ്ലീഡിങ്ങിന്റെ നമുക്ക് കാണാൻ സാധിക്കും വൈറ്റ്. ഇത് നോർമൽ ബ്ലീഡിങ്ങിന്റെ രാത്രിയിലും പകലും ഇത് ഉപയോഗിക്കാൻ പറ്റും. വൈറ്റ് 20 പീസും ഈ ബ്ലൂ 10 പീസും ഈ പിങ്ക് 10 പീസ്, അങ്ങനെ ടോട്ടൽ 40 പീസാണ്. 5 മാസത്തേക്കുള്ള ഒരു കോഴ്സാണിത്. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് തീർച്ചയായിട്ടും അറിയാൻ, നിങ്ങളത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഇതുപോലൊരു ഗുണമുള്ള ഒരു പ്രൊഡക്റ്റ് മറ്റൊന്നും നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വാങ്ങുക, ഉപയോഗിക്കുക, റിസൾട്ടുകൾ എടുക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും നന്മ എത്തട്ടെ. ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലെ ക്യാൻസറും, ഗർഭാശയ ക്യാൻസറും, മുഴകളും, അതുപോലെ മറ്റ് കാര്യങ്ങളും, PCOD, ഓട്ടിസം, മറ്റങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ, ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് ഉത്ഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് അത്രയ്ക്കും ബെനിഫിറ്റ് കിട്ടുന്ന ഈ പ്രൊഡക്റ്റിന് ഒരു മാസത്തേക്ക് വെറും 130 രൂപയാണുള്ളൂ. അപ്പോൾ 5 മാസം ഉപയോഗിക്കുമ്പോൾ അതിന് വെറും 650 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആകർഷകമായ രീതിയിൽ. കാരണം പുറമെയുള്ള രാജ്യങ്ങളിലുള്ള പാഡ് നാപ്കിനൊക്കെ വലിയ വിലകൾ കൊടുക്കേണ്ടി വരുമ്പോൾ ചെറിയ പൈസയ്ക്ക് നമ്മൾ സ്ത്രീകളുടെ കുട്ടികളിലേക്ക് എത്തുന്ന ഈ നാപ്കിൻ നമ്മൾ ഇതിന്റെ ഗുണങ്ങൾ വെച്ച് നോക്കിയാൽ ഏറ്റവും ചെറിയ വിലയിൽ നമുക്ക് കിട്ടുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ഗുണം. എല്ലാവർക്കും
എല്ലാവർക്കും നല്ലത് വരട്ടെ. അപ്പോ ഇതിലേക്ക് എല്ലാവരും പ്രവേശിക്കാനും എല്ലാവരും ഇതിലേക്ക് ഉപയോഗിക്കാനും എല്ലാവരും ഇതിന്റെ ബെനിഫിറ്റ്സ് എടുക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളോട് അപേക്ഷിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ എടുത്ത ഒരു അവയർനെസ് നിങ്ങൾക്കത് ബോധ്യമായെങ്കിൽ ഒരു ഭർത്താവ് നിലയിൽ, ഒരു അച്ഛൻ എന്ന നിലയിൽ നിങ്ങളുടെ പെൺകുട്ടികൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളത് വാങ്ങിക്കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കത് വാങ്ങി ഉപയോഗിക്കാനും അവരുടെ പെൺമക്കൾക്ക് കൊടുക്കാനും സാധിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല റിസൾട്ടും നല്ല ബെനിഫിറ്റും അതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്കിത് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ അത് നിങ്ങളുടെ ബന്ധുക്കളോടും നിങ്ങളുടെ അനിയത്തിയോടും നിങ്ങളുടെ ചേച്ചിയോടും മറ്റാൾക്കാരോട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ അത് നിങ്ങൾക്ക് തന്നെ നന്മയായി ഭവിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് നന്മയായി തീരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക.